അടുത്ത ഭൂതയജ്ഞമാണ്. ഭൂതയജ്ഞം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പക്ഷിമൃഗാദികൾക്ക് ഭക്ഷണം നൽകുക, അവരെ അരുമകളെ പോലെ സ്നേഹിക്കുക. ഇപ്പോൾ ഇനി വേനൽക്കാലമൊക്കെ വരാൻ പോകുന്നത്, നമുക്കൊരു പാത്രം നിറയെ വെള്ളമെടുത്ത് നമ്മുടെ മുറ്റത്തോ ടെറസിലോ ഒക്കെ കൊണ്ടുവയ്ക്കാം. എന്നിട്ട് വരുന്ന കാക്കയോ പൂച്ചയോ ഏത് ജീവിയും പക്ഷികളും ആയിക്കോട്ടെ, അവർ വന്ന് ഒരിറ്റ് വെള്ളം കുടിച്ചിട്ട് പോട്ടെ, ഒരു കുഴപ്പവുമില്ല അല്ലേ? നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് വരുന്ന പൂച്ചകൾക്കും പട്ടികൾക്കും ഒക്കെ നമ്മൾ ചോറ് കൊടുക്കാറുണ്ട്. അതൊക്കെ വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള യജ്ഞം വഴി, ഇതൊക്കെ യജ്ഞങ്ങളാണ്. ഈ ഭൂതയജ്ഞം വഴിയും നമുക്ക് മോക്ഷപ്രാപ്തിയിലേക്ക് എത്താൻ സാധിക്കുന്നു. അഞ്ചാമതായിട്ടുള്ളത് ഏതാണ്? മാനുഷിക യജ്ഞം. മാനുഷിക യജ്ഞം എന്ന് പറയുമ്പോൾ നമ്മൾ അതിഥികളെ ഈശ്വരന്മാരായി സ്വീകരിക്കുക, അതിഥികളെ ഈശ്വരന്മാരായി നമ്മൾ പൂജിക്കുക. അപ്പം നമ്മുടെ വീട്ടിൽ വരുന്നവരെ നമ്മൾ സ്വന്തം അതിഥികളായിട്ട് കാണുക, അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുക, അവർക്ക് നല്ല വിശ്രമം കൊടുക്കുക, അവർക്ക് എന്തൊക്കെ ആവശ്യങ്ങൾ അവർക്കുണ്ടോ അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഒരു മാനുഷിക പരിഗണനയാണ്. ആ മാനുഷിക യജ്ഞം വഴി നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് പഞ്ചമഹായജ്ഞങ്ങളിൽ ഗുരു അനുശാസിക്കുന്നത്. മനസ്സിലായോ? ആയി. അപ്പോൾ ബ്രഹ്മചര്യമുണ്ട് നമുക്ക്, പിന്നെ ഗാർഹസ്ഥ്യമുണ്ട്, സന്യാസമുണ്ട്, വാനപ്രസ്ഥമുണ്ട്. ഈ 4 അവസ്ഥകളാണ് നമുക്ക് ജീവിതത്തിലുള്ളത്. ഇതിൽ ഗാർഹസ്ഥ്യമാണ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതെങ്കിൽ ബ്രഹ്മചര്യം അവസാനിപ്പിച്ച് ഗാർഹസ്ഥ്യത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാം. ഇനി ഗാർഹസ്ഥ്യം നമ്മളെ കൊണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, എപ്പോഴാണോ അതിന് നമുക്ക് മടുപ്പ് തോന്നുന്നത് അല്ലെങ്കിൽ വിരക്തി തോന്നുന്നത്, അപ്പോൾ നമുക്കത് അവസാനിപ്പിച്ച് ഏകദേശം 60 വയസ്സാകുന്നവരെ, അതായത് ഇപ്പോൾ ഗൃഹസ്ഥാശ്രമികളെന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും ബന്ധുമിത്രാദികളെല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മളൊരു വീട്ടിൽ താമസിക്കുകയാണ്. ഒരച്ഛൻ എന്ന നിലയിൽ അച്ഛൻ അച്ഛൻ്റെ കർമ്മങ്ങൾ ചെയ്യുന്നു, അമ്മ അമ്മയുടെ കർമ്മം ചെയ്യുന്നു, പിതാവ് പിതാവിൻ്റെയും മാതാവ് മാതാവിൻ്റെയും കർമ്മങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയി, മക്കളൊക്കെ ഒരു കരപറ്റി, അല്ലെങ്കിൽ അവർക്കിനി നമ്മുടെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഒരു സഹായമോ അല്ലെങ്കിൽ അവർക്ക് അവരുടെ ആവശ്യമോ ഇല്ല എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ അവർ വന്നെങ്കിൽ, തീർച്ചയായും ഗൃഹസ്ഥാശ്രമം നിങ്ങൾക്ക് അവസാനിപ്പിച്ച് സന്യാസത്തിലേക്ക് പ്രവേശിക്കാമെന്ന് ഗുരു പറയുന്നുണ്ട്. 60 വയസ്സ് പൂർത്തിയാകണമെന്ന് മാത്രമേ ഉള്ളൂ. 60 വയസ്സ് പൂർത്തിയായതിനു ശേഷം നിങ്ങൾക്ക് സന്യാസം സ്വീകരിക്കാം. പിന്നീട് നിങ്ങൾ ഒരിക്കലും തിരിച്ച് നിങ്ങളുടെ ഗൃഹങ്ങളിലേക്ക് മടങ്ങി പോകാതിരുന്നാൽ മതി. അതായത് ആ ഗൃഹസ്ഥാശ്രമി എന്ന് പറയുന്ന ആ ഒരു കർമ്മ ബന്ധത്തിലേക്ക് നിങ്ങൾ പോകാതിരുന്നാൽ മതി. അതുപോലെ തന്നെ ഗൃഹസ്ഥാശ്രമികളോട് ഒരു കാര്യം മഹാഗുരു പറഞ്ഞു തരുന്നുണ്ട്. കുറച്ച് നാളെല്ലാം കഴിഞ്ഞ് മക്കളൊക്കെ ഒരു അവസ്ഥയിൽ എത്തിക്കഴിയുമ്പോൾ, മക്കൾ എൻ്റേതാണ് അല്ലെങ്കിൽ മകൻ എൻ്റേതാണ്, മകൾ എൻ്റേതാണ് എന്ന ഒരു ആഴത്തിലുള്ള ബന്ധമൊന്നും പുലർത്തിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല. കാരണം ഒരു കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തനിയെ ജീവിക്കുവാനും തനിയെ ജോലി ചെയ്യുവാനും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ? അപ്പോൾ പ്രായമാകുന്ന അച്ഛനും അമ്മയും പിന്നെ എന്ത് ചിന്തിക്കണം? ഈശ്വരനാമം ചൊല്ലുക. അവർ മക്കളെക്കുറിച്ച് ഓർത്തും കൊച്ചുമക്കളെക്കുറിച്ച് ഓർത്തും വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. അവരിനി ആരെ ഓർത്താൽ മതി? ഈശ്വരനെ ഓർത്ത് ഈശ്വരനാമം ചൊല്ലി എന്ത് ചെയ്യുക? മോക്ഷപ്രാപ്തിയിലേക്ക് എത്തുവാനായിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങുക. അത്രയേ ഉള്ളൂ. അല്ലാതെ കൂടുതലായിട്ട് മറ്റുള്ള ആളുകളുടെ കാര്യത്തിൽ ഇടപെട്ട് നിങ്ങളുടെ മനസ്സിൻ്റെ സന്തോഷവും സുഖവും സമാധാനവും ഒന്നും അനാവശ്യമായി കളയേണ്ട യാതൊരുവിധ കാര്യവുമില്ല. സന്യാസം സ്വീകരിക്കേണ്ടവർക്ക് സന്യാസം സ്വീകരിക്കാം, ഗൃഹസ്ഥാശ്രമികളായിട്ട് തുടരേണ്ടവർക്ക് അങ്ങനെ തുടരാം. പക്ഷേ എന്തിനും നിങ്ങൾ പരിധി അവിടെ കൽപ്പിക്കുക. എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ആ ഒരു ചിന്ത മാറ്റി, എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഇടപെടുന്ന ആ ഒരു മനോഭാവം മാറ്റി എല്ലാവരെയും അവരുടെ വഴിക്ക് വിടുക എന്നുള്ള ചിന്തയോടുകൂടി ജീവിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയുള്ളത് ഈശ്വരൻ മാത്രമാണ്. അപ്പോൾ ഞാൻ, എൻ്റേത്, എനിക്ക് എന്ന ജഡമയമായ ബന്ധത്തിൽ നിന്നുമൊക്കെ നിങ്ങൾ മുക്തി നേടുക അല്ലേ? ഞാൻ വലിയൊരു സംഭവമാണ്, ഞാൻ ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കില്ല, ഞാനാണത് ചെയ്തത്, ഞാനാണിത് ചെയ്തത് എന്നൊക്കെ രായ്ക്ക് രാമായണം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ഒരാവശ്യവും ഇല്ല. നമ്മളല്ല ചെയ്തത്, ഈശ്വരനാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്.
ഓതും മൊഴിയും ഓർക്കിൽ നീ, അല്ലേ? ഈ പറയുന്ന ശബ്ദം പോലും ഈശ്വരൻ്റെതാണ്. ഈശ്വരൻ്റെ അനുഗ്രഹം ആണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. ഈശ്വരൻ്റെ ഭിക്ഷയാണ് നമ്മുടെ ശബ്ദം, ഈശ്വരൻ്റെ ഭിക്ഷയാണ് നമ്മുടെ ജീവിതം, ഈശ്വരൻ്റെ ഭിക്ഷയാണ് നമ്മുടെ ആരോഗ്യം. നമുക്ക് സ്വന്തമായി ഒന്നുമില്ല, നമുക്ക് സ്വന്തമായി ഉള്ളത് നമ്മുടെ ഈശ്വരൻ മാത്രമാണ്. അവസാനമായി ഈശ്വരനിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ബോധം അഥവാ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഈ പ്രഭാഷണ കർമ്മം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ധർമ്മത്തിൽ നിന്ന് ഞാൻ വിടവാങ്ങുകയാണ്. സമർപ്പിക്കാം. അയ്യോ, കൈയടിക്കാതെ സമർപ്പിച്ചിട്ട് നമുക്ക് കൈയടിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത്സത് ശ്രീനാരായണ ഗുരു അർപ്പണമസ്തു.